ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു നെക്ക് ഡിസൈനാണ് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ നെക്കിൻ്റെ ഡിസൈൻ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈന്. അപ്പോൾ ഇത് നോക്കി വെക്കുക കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് വരച്ചെടുത്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ബോർഡർ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ ഡിസൈൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ബ്ലൂ കളർ ആംഗിൾ ത്രെഡാണ് എടുത്തേക്കണം കേട്ടോ. എന്നിട്ട് ഈ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ നമുക്ക് ഇതുപോലെ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഡിസൈൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. നമ്മൾ ആ ഒരു രീതിയിലുള്ള വീഡിയോ ഓൾറെഡി ഈ ചാനലിലൊന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ടും നമ്മൾ കൊടുത്തേക്കുന്ന ഡിസൈൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതേപോലെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ രണ്ട് കളർ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് ബ്ലൂ കളർ ആംഗിൾ ത്രെഡും അതുപോലെ യെല്ലോ കളർ ആംഗിൾ ത്രെഡുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് യെല്ലോ കളർ ക്ലോത്തിലേക്കൊക്കെ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഭംഗിയായിരിക്കും. ഇനി അല്ലെങ്കിൽ ഇതുപോലെ ക്രീം കളർ ഡ്രസ്സ്, അങ്ങനെ നമുക്ക് സൂട്ടായിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ കളർ ക്ലോത്താണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ആംഗിൾ ത്രെഡ് കളറുകൾ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ഭംഗിയാണ് കാണാനായിട്ട്, എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ യെല്ലോ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മളിനി ഇതുകൊണ്ട് നമ്മൾ എല്ലാ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഡിസൈനിൻ്റെ അറ്റത്തായിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് അങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റില്ലേ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈൻ ആണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം.
ഫ്രഞ്ച് നോട്ട് കൊടുക്കാതെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.